ഭാരത് US ഇടക്കാല വാണിജ്യ കരാർ ധാരണയിലെ മാനദണ്ഡങ്ങൾ അംഗീകരിച്ച് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. ഭാരതത്തിന് മേൽ ചുമത്തിയ 25% അധിക താരിഫ് 18 ആയി അമേരിക്ക കുറച്ചു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഭാരതത്തിന് മേൽ ചുമത്തിയ പിഴ താരിഫ് ഒഴിവാക്കുന്നതിനുള്ള ഉത്തരവും ട്രംപ് ഒപ്പുവെച്ചു. ഭാരതത്തിൽ നിന്നും വാങ്ങുന്ന വിമാന ഘടകങ്ങൾക്ക് ചുമത്തിയ താരിഫും അമേരിക്ക ഒഴിവാക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ നിന്നും $500 ബില്യൺ ചരക്കുകൾ ഭാരതം ഇറക്കുമതി ചെയ്യും. ഐസൺ ജോസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഐസൺ, ഒടുവിൽ ഈ അനാവശ്യമായ പ്രകോപനം, അതുപോലെ തന്നെ അനാവശ്യമായി ഭാരതത്തിന് മേൽ ചുമത്തിയ താരിഫ്, ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഭാരതവുമായൊരു ധാരണയിലേക്ക് എത്താൻ അമേരിക്ക തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ വേണ്ടേ ഈ കരാറിനെ നോക്കിക്കാണാൻ? തീർച്ചയായും ഗൗതം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു നേട്ടം തന്നെയാണ് ഈ കരാർ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് ഒരു ധാരണ, വാണിജ്യ ധാരണയിലെത്തിയിരിക്കുകയാണ്. ഈ വാണിജ്യ ധാരണയുടെ ഭാഗമാകുന്നത് പ്രധാനമായും ഈ 25% താരിഫ് എന്നത് 18% ചുരുക്കുന്ന ആ സംഭവം തന്നെയാണ്. അതായത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് 7%-ഓളമാണ് ഒറ്റയടിക്ക് കുറവ് വരുന്നത്. അത്തരത്തിൽ കുറവ് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയ തോതിലുള്ള വാണിജ്യ സാധ്യതകൾ ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ തുറന്നു കിട്ടുമെന്നത് നേരിട്ട് ഒരു ഘടകമായി മാറുന്നു. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് മറ്റൊരു പിഴ താരിഫ് ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കുന്നതിനുള്ള ഉത്തരവിലും ട്രംപ് ഒപ്പുവെച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടെ രണ്ടാമത്തെ പിഴ താരിഫ് ഒഴിവാക്കുന്നതോടെ 50%-മായിരുന്ന രണ്ടും ചേർത്ത് 25% പിഴ താരിഫും 25% അധിക താരിഫും ചേർത്ത് 50%-ഓളമായിരുന്ന താരിഫ് 18%-ആയി ചുരുങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോതിലുള്ളൊരു സാധ്യത ഭാരതത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വീണ്ടും തുറന്നു കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അത്തരത്തിൽ തുറന്നു കിട്ടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ചില നേട്ടങ്ങളും അതുപോലെ തന്നെ കൃത്യമായ ചില ലക്ഷ്യങ്ങളുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ, അതായത് ഈ പാലുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഡയറി ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായൊരു സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ ധാരണ ഉണ്ടായിരിക്കുന്നത്. അതായത് അമേരിക്കയിൽ നിന്നുള്ള ഡയറി ഉൽപ്പന്നങ്ങൾ ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നികുതി ചുമത്താൻ നമുക്ക് അധികാരം നിലനിർത്തുകയും അതേസമയം ഡയറി ഉൽപ്പന്നങ്ങളുടെ കാര്യക്ഷമമായ ഉത്പാദനത്തിന് പ്രയോജനകരമാകുന്ന കാലിത്തീറ്റ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യത തുറക്കുകയും ചെയ്യുക എന്നത്. അതായത് ഭാരതത്തിൻ്റെ ഡയറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഡയറി ഉൽപ്പാദനത്തിൻ്റെ ഭാരതത്തിൻ്റെ വിപണിയിൽ മറ്റു രാജ്യത്തിന് കടന്നു കയറാനുള്ളൊരു സാധ്യത ഒഴിവാക്കുകയും ചെയ്യുന്നതോടെ ഭാരതത്തിൻ്റെ പൂർണ്ണമായ വിപണി സംരക്ഷിച്ച് നിർത്തുന്നതിനും അതുവഴി ഭാരതത്തിലെ കർഷകർക്ക് പ്രയോജനം ചെയ്യാനും സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഗോതമ്പ്, ചോളം, അരി, സോയ അതുപോലുള്ള മറ്റു പച്ചക്കറികൾ, ഇവയെല്ലാം തന്നെ ഇവയുടെ ഇറക്കുമതി തീരുവയിൽ കുറവ് വരുത്തില്ല എന്നും ഭാരതം തീരുമാനമെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ഈ ഡയറി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും എഥനോൾ ഉൾപ്പെടെയുള്ള ഇന്ധനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ പുകയില ഇറക്കുമതിയുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള നിയന്ത്രണം, ഈ നികുതി കുറയ്ക്കുന്ന വിഷയം ഉദിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എഥനോൾ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അക്കാര്യത്തിൽ ഒരു അധിക താരിഫ് ചുമത്തുക എന്നത് തടയുന്നതിനുള്ള നീക്കം, അത് അധിക താരിഫ് ചുമത്തുക തന്നെ ചെയ്യും. അതും കർഷകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എഥനോൾ എന്നത് ഇന്ധനമാണ് എങ്കിൽ കൂടി ആ ഇന്ധനം പ്രയോജനപ്പെടുത്തുന്നത് കപ്പയിൽ നിന്നും തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന ഈ ഇന്ധനം ചേർക്കുന്നത് മറ്റു ഇന്ധനങ്ങളിലാണ്. എഥനോൾ മിക്സ്ഡ് പെട്രോൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ബ്ലെൻഡിംഗ് ആണ് നടക്കുന്നത്. സ്വാഭാവികമായും അത് കർഷകർക്ക് പ്രയോജനപ്പെടുന്ന ബയോഫ്യൂവലിന് നേട്ടമുണ്ടാവുകയാണ്. അതായത് ഇന്ധനമായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവിൽ ഒരു ജൈവ വസ്തുവിൻ്റെ അല്ലെങ്കിൽ കാർഷികോൽപ്പന്നത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നതാണ് എഥനോൾ എന്നത്. അതുകൊണ്ട് തന്നെ അതിനും കൃത്യമായി കർഷകർക്ക് നൽകുന്ന സുരക്ഷയുടെ ഭാഗമായുള്ള സുരക്ഷ ലഭ്യമാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബയോഫ്യൂവൽ അലയൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ G20-യിൽ കേട്ടതുമാണ്. അത്തരത്തിലുള്ള സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ടുള്ള നീക്കങ്ങളായിരിക്കും ഉണ്ടാവുക. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് തരത്തിലാണ് പ്രയോജനപ്പെടുക എന്നതിന് കൃത്യമായ മറുപടിയാണ്. ഭാരതത്തിൻ്റെ ഡയറി ഉൽപ്പന്നങ്ങൾക്ക് ഭാരതത്തിൽ തന്നെയുള്ള കൃത്യമായ വിപണി സുരക്ഷിതമായും സംരക്ഷിതമായും നിലനിർത്തുന്നതിനുള്ള നടപടികളുണ്ടാകുന്നു. അതേസമയം ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഏതെങ്കിലും രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ പ്രയോജനപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു തീരുമാനമെടുത്തിരിക്കുന്നു. ക്ഷീരകർഷകർക്കും അതുപോലെ തന്നെ മറ്റ് കർഷകർക്കും സ്വാഭാവികമായും അതിൻ്റെ നേട്ടമുണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം. നിലവിലെ സാഹചര്യത്തിൽ ഭാരതം ഈ അധിക താരിഫ് ചുമത്തിയതിന് പിന്നാലെ റഷ്യയും ചൈനയുമായുള്ള ബന്ധം ശാക്തീകരിക്കുകയും യൂറോപ്യൻ യൂണിയനും രാജ്യങ്ങൾ, അതായത് 27ഓളം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയനുമായി കൃത്യമായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള സാമ്പത്തിക രംഗത്തെ വലിയ മുന്നേറ്റങ്ങൾ നേടുകയും ചെയ്തിരുന്നു. ഈ സാധ്യതകളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്താൻ, അതായത് സ്വതന്ത്ര വ്യാപാര കരാർ നിലനിൽക്കുന്ന രാജ്യങ്ങളിലേക്ക് വൻ കയറ്റുമതി സാധ്യതയുണ്ട്.